Hello guys, welcome back to Cricket Talks with Kiran. Kolkata Knight Riders vs Chennai Super Kings. ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ പോലെ തന്നെ KKRന് ഇതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. നിലവിൽ 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ് KKR ഉള്ളത്. ഇനിയുള്ള 3 മത്സരങ്ങളും ജയിച്ചാലും അവർക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് 17 പോയിന്റാണ്. ആ 17 പോയിന്റ് വെച്ചിട്ട് പ്ലേ ഓഫ് പ്ലേസ് എന്നത് ഗ്യാരണ്ടീഡ് അല്ല. ബാക്കിയുള്ള റിസൾട്ടുകൾ കൂടി അവർക്ക് അനുകൂലമായിട്ട് വന്നാലാണ് പ്ലേ ഓഫിൽ കടക്കാൻ അവർക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും KKR പ്രതീക്ഷിക്കുന്നില്ല. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBക്കെതിരായ മത്സരം വെറും 2 റൺസിനാണ് അവർ തോറ്റത്. ആ മത്സരം നോക്കുകയാണെങ്കിൽ മിഡിൽ ഓവേഴ്സിൽ പ്രത്യേകിച്ച് ആയുഷും രവീന്ദ്ര ജഡേജയും കൂടി ബാറ്റ് ചെയ്തിരുന്ന സമയത്ത് അവർ ചേസിൽ മുന്നിലായിരുന്നു. എന്നാൽ ആ മത്സരം ക്ലോസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 2 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ടുള്ളത്. CSKയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സീസണാണ്. എന്നാൽ ഈ സീസൺ ഒരു ഹൈയിൽ എൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലേയിങ് 12 അവർക്ക് വേണമെങ്കിൽ പരീക്ഷണങ്ങൾ നടത്താം. അടുത്ത സീസണിലേക്ക് ആരെയൊക്കെ നിലനിർത്തണം, ആരെയൊക്കെ വിട്ടുകളയണം എന്നിങ്ങനെ കുറച്ച് പ്രധാനമായിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഡ്രസ് റിഹേഴ്സൽ പോലെ ഇനിയുള്ള 3 മത്സരങ്ങൾ അവർക്ക് സമീപിക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ KKR കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വിജയിച്ചു. അതിൽ DCക്കെതിരായ മത്സരത്തിലായാലും RRനെതിരായ മത്സരത്തിലായാലും ഒരു ഈസി ഡോമിനേറ്റിംഗ് വിൻ ആയിരുന്നില്ല. ആ 2 മത്സരത്തിലും പല സ്റ്റേജസിലും DC ആയാലും RR ആയാലും ചേസിൽ മുന്നിലായിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരാൻ അവർക്കായി. ഇപ്പോൾ DCക്കെതിരെ സുനിൽ നരൈൻ ആയിരുന്നു ഹീറോ. സുനിൽ നരൈൻ്റെ ആ ഒരു സ്പെല്ല് വന്നപ്പോഴാണ് ഡുപ്ലസിക്ക് ആ ഒരു മൊമെന്റ് നഷ്ടമായതും പിന്നീട് KKR മത്സരത്തിലേക്ക് തിരികെ വരുന്നതും. ഇനി കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്ര റസലിന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവാണ് KKRനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ്. ഇപ്പോൾ ആ മത്സരത്തിലെ ഏറ്റവും വലിയ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആയത് ഡെത്ത് ഓവേഴ്സിലെ പ്രകടനമാണ്. ആ മത്സരത്തിൽ റസൽ പതിവിൽ നേരത്തെ ക്രീസിൽ എത്തുകയും ആദ്യം സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. ആദ്യത്തെ 8 പന്തിൽ 2 റൺസ് മാത്രമാണ് എടുത്തത്. എന്നിട്ട് ഡെത്ത് ഓവേഴ്സ് വന്നപ്പോഴേക്കും എക്സ്പ്ലോഡ് ചെയ്യാൻ റസലിന് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നല്ലൊരു സ്കോർ പോസ്റ്റ് ചെയ്യാൻ KKRന് കഴിഞ്ഞു. അത് അവർ ഇടയ്ക്ക് റിയാൻ പരാഗിൽ നിന്നൊരു വെല്ലുവിളി നേരിട്ടെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവരെ സംബന്ധിച്ച് വറിയിങ് ഫാക്ടർ ആയിട്ടുള്ളത് ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതേവരെ ഒരു 50 പാർട്ണർഷിപ്പ് ഓപ്പണിംഗിൽ ഇവർക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഗുർബാസ് ഡീസന്റ് ആയിട്ട് കളിച്ചെങ്കിലും നരൈൻ്റെ വിക്കറ്റ് തുടക്കത്തിലേ പോയി. പിന്നീട് വെങ്കടേശ്വരന്റെ ഫോം ഇവർക്ക് ഒരു കൺസേൺ ആണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. റിങ്കു സിംഗ് ഡീസന്റ് ആയിട്ട് കഴിഞ്ഞ മത്സരത്തിൽ ഫിനിഷ് ചെയ്തു. അതിന് മുമ്പത്തെ മത്സരത്തിലായാലും ഡീസന്റ് ആയിട്ടുള്ള ഒരു നോക്കാണ് കളിച്ചത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ സുനിൽ നരൈനും വരുൺ ചക്രവർത്തിയും തന്നെയാണ് അവരുടെ ബോളിംഗിന്റെ കുന്തമുന നമുക്ക് വിശേഷിപ്പിക്കാനാവുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഡീസന്റ് ആയിട്ടുള്ള സ്പെല്ലാണ് സുനിൽ നരൈൻ എറിഞ്ഞത്. അതുപോലെ മിഡിൽ ഓവേഴ്സിൽ വരുൺ ചക്രവർത്തി വിക്കറ്റ് വീണ്ടും കണ്ടെത്തി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. എന്നാൽ അവർക്ക് കുറച്ച് വറിയിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ബാറ്റിംഗിൽ പിന്നെ ക്യാപ്റ്റൻ അജിൻക്യ രഹാനയുടെ ഫോം ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ പവർ പ്ലേയിൽ നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് രഹാനെ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ CSK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ സൈഡിൽ പോസിറ്റീവ്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി ആ ഒരു പസിലിൽ ഫിറ്റ് ആവാനുണ്ടെങ്കിലും സീസൺ തുടങ്ങിയതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടി ഒരു ബെറ്റർ പ്ലേസിലാണ്. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത് ആയുഷ് മാത്രമാണ്. അതായത് CSKയിൽ നിന്ന് ഈ സീസണിലുടനീളം ഇപ്പോൾ പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും ഇല്ലാതിരുന്ന ഒരു ഇന്റന്റ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ആയുഷ് മാത്രയുടെ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ 94 റൺസാണ് എടുത്തത്. ഇപ്പോൾ പവർ പ്ലേയിലായാലും അറൗണ്ട് 180+ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാനായി. മിഡിൽ ഓവേഴ്സിലും ആ ഒരു പേസ് നിലനിർത്താൻ നമ്മുടെ ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞു. പിന്നീട് കഴിഞ്ഞ മത്സരത്തിലെ ജഡേജയുടെ ബാറ്റിംഗ് ഒരു റിഫ്രഷിംഗ് സൈറ്റ് ആണ്. കാരണം ആ മിഡിൽ ഓവേഴ്സിൽ 100+ സ്കോർ ഈ സീസണിൽ ആദ്യമായിട്ടാണ് CSK സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ വന്ന ആദ്യ ഓവർ തൊട്ട് തന്നെ ഒരു ഇന്റന്റോടെ തന്നെയാണ് ജഡേജയും കളിച്ചത്. എന്നാൽ പിന്നീട് ഡെത്ത് ഓവേഴ്സിൽ എത്തിയപ്പോൾ ആയുഷ് മാത്രേ പുറത്തായതിനു ശേഷം ജഡേജ കുറച്ചൊന്ന് സ്ലോ ആയി. അത് അവരുടെ റിസൾട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്തുവെങ്കിലും ജഡേജയുടേതും ഒരു എക്സലന്റ് ഇന്നിങ്സ് തന്നെയായിരുന്നു. അതിന് തൊട്ട് മുൻപത്തെ മത്സരം സാം കറൻ നന്നായിട്ട് കളിച്ചു. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഒരു ബ്രൈറ്റ് സ്പോട്ടുകൾ ഇവർക്ക് വരുന്നുണ്ട്. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂർ അഹമ്മദ് തിരികെ വീണ്ടും താളം കണ്ടെത്തി. കഴിഞ്ഞ മത്സരത്തിൽ എക്സലന്റ് ആയിട്ടാണ് ബോൾ ചെയ്തത്. അതുപോലെ തന്നെ 11യുടെ കാര്യം പറഞ്ഞാലും കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ സ്ഥിരമായിട്ട് ഇവർക്ക് വേണ്ടി നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന ഖലീൽ അഹമ്മദ് എക്സ്പെൻസീവ് ആയി. ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് എല്ലാ മത്സരങ്ങളും നന്നായിട്ട് ബോൾ ചെയ്യും. 11 ഓഫ് കളർ ആവുകയായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ 11 നന്നായിട്ട് വന്നപ്പോൾ ഖലീൽ അഹമ്മദ് ഓഫ് കളറായി. അതായത് ഒരു സിങ്ക് ഉണ്ടല്ലോ ഇപ്പോൾ ബോളേഴ്സ് തമ്മിൽ. അപ്പോൾ ഫോം ആകുമ്പോൾ എല്ലാവരും കൂടി ക്ലിക്ക് ആവുക എന്നുള്ളതാണ് ഒരു ടീം ഗെയിമിനെ സംബന്ധിച്ച് നമ്മുടെ റിസൾട്ടിൽ വൈറ്റിലാവുന്നത്. ഇവിടെ ഒരാൾ ഫോം ആയപ്പോൾ ഒരാൾ ഓഫ് കളറായി. അപ്പോൾ റൊമാരിയോ ഷെപ്പേർഡ് ഖലീൽ അഹമ്മദിനെ ആ ഒരു 19ാമത്തെ ഓവറിൽ അടിച്ച് നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിഡിൽ ഓവേഴ്സിൽ സക്സസ്ഫുൾ ആയിട്ട് CSK മത്സരം തിരികെ പിടിച്ചതാണ്. അപ്പോൾ കുറച്ച് ഓവറുകൾ RCB ബാറ്റേഴ്സിനെ സ്ക്വീസ് ചെയ്തിട്ട് മത്സരം തിരികെ പിടിച്ചതാണ്. എന്നാൽ അവസാനം 2 ഓവറിൽ ആ ഒരു റൊമാരിയോ ഷെപ്പേർഡിന്റെ ക്വിക്ക് ഫയർ 50 വന്നതോടെ വീണ്ടും ഒരു 200+ സ്കോറിലേക്ക് RCB പോയി. പിന്നീട് അവർ സക്സസ്ഫുൾ ആയിട്ട് അത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിലെ ഒരു മിഡിൽ ഓവർ ഫേസ് അതിപ്പോൾ ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും CSKക്ക് കുറച്ച് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ മത്സരത്തിലേതുപോലൊരു പ്രകടനം ആവർത്തിക്കുക, അത് മാത്രമല്ല മത്സരം ക്ലോസ് ഔട്ട് ചെയ്യുക എന്നതായിരിക്കും CSKയുടെ ആഗ്രഹം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. ഇവിടെ ഇതേ ഒരു 6 മത്സരങ്ങൾ നടന്നു. അതിൽ പഞ്ചാബുമായിട്ടുള്ള മത്സരം വാഷ് ഔട്ടായി. ബാക്കിയുള്ള 5-ലും 4 മത്സരങ്ങളും ആദ്യം ബാറ്റ് ചെയ്തവരാണ് ജയിച്ചത്.
ഇവിടുത്തെ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 203 ആണ്. അതുകൊണ്ട് തന്നെ IPL ഒരു സ്ഥിരം ട്രെൻഡിന് വിപരീതമായിട്ട് ടോസ് നേടുന്ന ക്യാപ്റ്റൻ ആദ്യം ബാറ്റ് ചെയ്താലും അതിശയിക്കപ്പെടാനൊന്നുമില്ല. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഒരു 200+ സ്കോർ വരാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ എന്തായാലും സ്പിൻ അസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിലും നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ KKRനാണ് കുറച്ച് മുൻതൂക്കം വരുന്നത്. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ റിങ്കു സിംഗിന് ചെറിയൊരു നിഗിൾ വന്നിരുന്നു. എന്നാൽ ഫുള്ളി ഫിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KKR ടീമിൽ ചേഞ്ചസ് കാണാൻ സാധ്യതയില്ല. CSK ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള സമയമാണ്. പിന്നെ അവരുടെ സ്ക്വാഡിൽ ഒരു ചേഞ്ച് ഉണ്ട്. വൻഷ് ബേരിക്ക് പകരം ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയിട്ട് ഉർവിൽ പട്ടേൽ വന്നിട്ടുണ്ട്. ഉർവിൽ പട്ടേൽ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിലേക്ക് എക്സലന്റ് ഫോമിൽ കളിച്ച പ്ലെയർ ആണ്. അപ്പോൾ ഇന്നത്തെ പ്ലേയിങ് 12ലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാലും അതിശയിക്കപ്പെടാനൊന്നുമില്ല. പിന്നെ ഉർവിൽ പട്ടേൽ ഒരു ഓപ്പണർ ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയ്ഖ് റഷീദിന്റെ പ്ലേസിലായിരിക്കും ഉർവിൽ പട്ടേൽ വരുന്നത്. പിന്നെ ഷെയ്ഖ് റഷീദിനെ ടീമിൽ ഉൾക്കൊള്ളിക്കണമെന്നാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഷെയ്ഖ് റഷീദ് ഫോമിൽ അല്ലാത്തതുകൊണ്ട് ഷെയ്ഖ് റഷീദിന് പകരമായിരിക്കും നമ്മുടെ ഉർവിൽ പട്ടേൽ വരാൻ ചാൻസ്. അല്ലാതെ ടീമിൽ വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. പിന്നെ എക്സ്പെരിമെന്റേഷനുള്ള സമയമായതുകൊണ്ട് ചിലപ്പോൾ ചില ചേഞ്ചസ് കണ്ടേക്കാം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. KKR നിരയിൽ നിന്ന് ആന്ധ്ര റസലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് തിരികെ എത്തി. അപ്പോൾ റസലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് KKRനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഫോം ഈ മത്സരത്തിലും റസലിന് തുടരാനാകുമോ എന്ന കാര്യമാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനി CSKയിൽ നിന്ന് ആയുഷ് മാത്രേ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് ആയിരുന്നു. സെഞ്ചുറി ഡിസർവ് ചെയ്ത ഇന്നിംഗ്സ് ആയിരുന്നു. അപ്പോൾ പവർ പ്ലേയിൽ ഇതേവരെ CSKക്ക് ഇല്ലാതിരുന്ന ഒരു ഇന്റന്റ് പ്രകടിപ്പിക്കുന്ന പ്ലെയർ ആണ്. അപ്പോൾ ഈ മത്സരത്തിലും ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം ഞാൻ ഉറ്റുനോക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ അതോ ചെന്നൈ സൂപ്പർ കിങ്സോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.